Good morning, dear students. Warm welcome to our online class. On previous day, we have already been discussed about the second module, Module 2, Cooperative Legislation in India. Cooperative Legislation in India, the chapter consists of so many acts. We have been studied Indian Cooperative Societies, Credit Societies Act 1904 and some important provisions of the Indian Cooperative Societies Act 1912. Indian Cooperative Societies Act 1912 consists of so many provisions. Among these provisions, 3 provisions have already been studied in the previous class. Some provisions are number 1, short title and extent, and number 2, some definition included in the act. Number 3, the registration. ഈ 3 പ്രൊവിഷൻസുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസിൽ ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ്, ദെൻ ഡെഫിനിഷൻസ് ആൻഡ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഹു ഈസ് ദ രജിസ്ട്രാർ, ഹൗ ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് രജിസ്റ്റേർഡ്, ദ ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ, കണ്ടീഷൻസ് ഫോർ രജിസ്റ്ററിങ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ദെൻ അമെൻമെൻറ്റ് ഓഫ് ദി ബൈലോ, പ്രിപ്പറേഷൻ ഓഫ് ദി ബൈലോ, ഇങ്ങനെ പറയുന്ന കുറേ ടോപ്പിക്സുകളാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ പഠിച്ചത്. നമുക്ക് ഇനി അതിൽ ബാക്കി വരുന്ന പ്രൊവിഷൻസുകളാണ്. ചില പ്രൊവിഷൻസ് കൂടെ നമുക്ക് ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊവിഷനാണ്, ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷനാണ് പറയുന്നത് റൈറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് മെമ്പർ. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ റൈറ്റ്സും ലാബിലിറ്റീസും അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസുകളും, ദെൻ ഡ്യൂട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി ആൻഡ് പ്രിവിലേജസ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി. ഇത് മാത്രമല്ല കുറച്ചധികം ഉണ്ട്, 41ഓളം പ്രൊവിഷൻസുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് നമുക്ക് ഈ ഫസ്റ്റ് ടൈമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടോപ്പിക്സുകൾ പ്രിവിലേജസ്, റൈറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ്. അതിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സ് നോട്ട് ടു എക്സർസൈസ് ദ റൈറ്റ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. The rights of members of cooperative society shall not exercise up until he has made the membership fees. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് ചില റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ പവേഴ്സുകളുണ്ട്. അപ്പോൾ ഈ റൈറ്റ്സും പവേഴ്സും ഈ പറയുന്ന മെമ്പേഴ്സിന് അവൈലബിൾ ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പം മെമ്പർഷിപ്പ് ആകാനായിട്ട് സൊസൈറ്റിയിലേക്ക് എത്രയാണോ പേയ്മെൻറ്റ് കൊടുക്കാനുള്ളത്, ആ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ആ മെമ്പേഴ്സിന് ആ പ്രിവിലേജ് അല്ലെങ്കിൽ റൈറ്റ്സ് കിട്ടുള്ളൂ. അതാണ് റൈറ്റ്സ്. മെമ്പേഴ്സ് നോട്ട് ടു എക്സർസൈസ് ടിൽ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്. റൈറ്റ് ഓഫ് മെമ്പേഴ്സ്, ദ റൈറ്റ് ഓഫ് മെമ്പർഷിപ്പ് ഓഫ് മെമ്പേഴ്സ് വിൽ ഗെറ്റ് ഓൺലി ആഫ്റ്റർ payment to membership is made. നെക്സ്റ്റ് പറയുന്നത് വാർഡ്സ് ഓഫ് മെമ്പേഴ്സ് ആണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രിൻസിപ്പിളാണ് 1 man 1 vote. പക്ഷേ ലിമിറ്റഡ് സൊസൈറ്റി ആണോ അൺലിമിറ്റഡ് സൊസൈറ്റി ആയിട്ടാണോ രജിസ്റ്റേർഡ് ആയിട്ട് അത് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അതിലുള്ള മെമ്പേഴ്സിൻ്റെ വോട്ടിംഗ് റൈറ്റ് ഡിഫറെൻ്റ് ആണ്. ഇൻ എ സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലാബിലിറ്റി ദ മെമ്പേഴ്സ് ഗോട്ട് ഓൺലി 1 vote. അൺലിമിറ്റഡ് ലാബിലിറ്റി ഉള്ള സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ അതിലുള്ള മെമ്പേഴ്സിന് ലഭിക്കുന്ന വോട്ട് 1 വോട്ടാണ്. ഓരോ മെമ്പർമാർക്കും ഓരോ വോട്ടാണ്. ഇൻ എ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലാബിലിറ്റി ദ മെമ്പേഴ്സ് ഹാവ് ഗോട്ട് സോ മെനി വോട്ട്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ബൈലോ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രകാരം ഓരോ മെമ്പേഴ്സിനും കൂടുതൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കും. അതായത് ലിമിറ്റഡ് ലാബിലിറ്റി മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് സൊസൈറ്റി ഫോം ചെയ്യുന്നത് ലിമിറ്റഡ് ലാബിലിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള മെമ്പേഴ്സിന് കിട്ടുന്ന വോട്ടിംഗ് റൈറ്റ് ഒന്നിലധികം കിട്ടും എന്നുള്ളതാണ് വോട്ട്സ് ഓഫ് മെമ്പേഴ്സിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി. അതായത് രജിസ്റ്റേർഡ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന് മെയിനായിട്ടുള്ള ഡ്യൂട്ടീസുകളാണ് പറയുന്നത്. നമ്പർ 1 പറയുന്നത് അഡ്രസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ അഡ്രസ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. എവരി രജിസ്റ്റേർഡ് സൊസൈറ്റി ഷാൽ ഹാവ് എൻ അഡ്രസ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിൻ്റെ നെയിം ഉണ്ടായിരിക്കണം. അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ, റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ, അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ, ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ, അപ്പോൾ ആ നെയിം ഉണ്ടായിരിക്കണം. അതിനോടുകൂടെ ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ എന്ന് പറയുന്ന വേർഡ് ആഡ് ചെയ്യണം. എവിടെയാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് ഈ അഡ്രസ്സ് എന്ത് ചെയ്തിരിക്കണം, എക്സിബിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം, അത് എക്സിബിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ പറയുന്ന ഡ്യൂട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റിയിൽ നമ്പർ 1 പോയിന്റ്. നമ്പർ 2 പറയുന്നത് കോപ്പി ഓഫ് ആക്ട്, റൂൾസ് ആൻഡ് ബൈലോസ് ടു ബി ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ
റൂൾസുകൾ, ബൈലോസുകൾ, അതുപോലെ തന്നെ ഈ ആക്റ്റിൽ പറയുന്ന ഈ ആക്റ്റിൽ എന്തെല്ലാം പ്രൊവിഷൻസുകളാണോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതെല്ലാം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കോപ്പി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കീപ്പ് ചെയ്തിരിക്കണം. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും അത് കീപ്പ് ചെയ്യണം. അത് എപ്പോൾ റീസണബിൾ ടൈമിൽ എപ്പോൾ ആര് ആണോ ആവശ്യപ്പെടുന്നത് ആ ആവശ്യപ്പെടുന്ന പക്ഷം അത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് ഫ്രീ ചാർജിൽ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ രജിസ്റ്റേർഡ് സൊസൈറ്റിയിൽ ആ സൊസൈറ്റി ഏത് ആക്ട് പ്രകാരമാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ആക്റ്റിൽ പറയുന്ന പ്രൊവിഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ, റൂൾസുകൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബൈലോ, ഈ ബൈലോയുടെ ഒരു കോപ്പി, ഇതെല്ലാം എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും എന്ത് ചെയ്തിരിക്കണം, കീപ്പ് ചെയ്തിരിക്കണം. അത് റീസണബിൾ ടൈമിൽ, ഇപ്പോൾ ഒരു ക്രെഡിറ്റേഴ്സാണ് ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത്, അല്ലെങ്കിൽ മെമ്പേഴ്സാണ് ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ടൈമിൽ, അതില്ലെങ്കിൽ ഓഫീസ് ബെയറേഴ്സാണ് ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ പറയുന്ന റൂൾസുകൾ, ബൈലോസുകൾ, ആക്ട് ഇത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിരിക്കണം. അത് ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയുടെ നെക്സ്റ്റ് ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഓഡിറ്റിനെ കുറിച്ചാണ്. വാട്ട് യു മീൻ ബൈ ഓഡിറ്റ്? നമുക്കറിയാം, ഇപ്പോൾ കമ്പനികളായി കഴിഞ്ഞാലും പാർട്ട്ണർഷിപ്പ് ഫേമുകളായി കഴിഞ്ഞാലും അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ കമ്പൾസറി ഓഡിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പൾസറി ആയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും ബാധകമാണ്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും ഈ പറയുന്ന ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറിയാണ്. എന്താ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് ഈസ് ആൻഡ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് വെദർ ടു വെരിഫൈ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ, അല്ലെങ്കിൽ ഓർ കമ്പനീസ് ആക്ട് ഓർ പാർട്ട്ണർഷിപ്പ് ആക്ട്. ഇതൊക്കെ കമ്പനിയാണോ പാർട്ട്ണർഷിപ്പ് ആണോ എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൊണ്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വെരിഫൈ ചെയ്യുക. കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടും റൂൾസുകളും അനുസരിച്ച് കൊണ്ടാണോ കമ്പനിയുടെ ബിസിനസ് അഫയേഴ്സ്, അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ കീപ്പ് ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം വെരിഫൈ ചെയ്യാനായിട്ട് ഓഡിറ്റിംഗ് കമ്പൾസറിയാണ്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി വൺസ് ഇൻ എവറി ഇയറിൽ എന്ത് ചെയ്തിരിക്കണം, ഓഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് രജിസ്ട്രാറാണ് ഈ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത്. ഓഡിറ്റ് ചെയ്യാൻ എംപവേർഡ് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റ് ചെയ്യാം. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നത് കമ്പൾസറി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി ഓഡിറ്റിൽ സബ്സെക്ഷൻ 1 അനുസരിച്ച് കൊണ്ട് എന്തെങ്കിലും ഓവർ ഡ്യൂ ഡെപ്റ്റ്സുകൾ ഉണ്ടെങ്കിൽ, ഓവർ ഡ്യൂ ഡെപ്റ്റ്സുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. ഓവർ ഡ്യൂ ഡെപ്റ്റ് എക്സാമിനേഷൻ ചെയ്യണം. കൂടാതെ ഇപ്പോൾ ഒരു ഓഡിറ്റിൽ അസറ്റ്സുകളുടെയും ലാബിലിറ്റീസുകളുടെയും വെരിഫിക്കേഷനും വാലുവേഷനുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കമ്പൾസറി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ദ ഓഡിറ്റ് അണ്ടർ സബ്സെക്ഷൻ 1 of cooperative societies should examine the if any overdue debt and also examine the valuation and verification of assets and liability of the registered society. ഇത്രയാണ് നമുക്ക് ഓഡിറ്റ് എന്ന് പറയുന്ന ആ ടേമിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞു റൈറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് മെമ്പർ. നെക്സ്റ്റ് പറഞ്ഞതാണ് ഡ്യൂട്ടീസ് ഓഫ് സൊസൈറ്റി. ആ ഡ്യൂട്ടീസ് ഓഫ് സൊസൈറ്റിയിൽ പറഞ്ഞതാണ് അഡ്രസ് ഓഫ് സൊസൈറ്റി. നെക്സ്റ്റ് കോപ്പി ഓഫ് ദി ആക്ട്, റൂൾസ്, ബൈലോസ് ടു ബി ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ. നെക്സ്റ്റ് വൺ പറയുന്നത് ഓഡിറ്റിനെ കുറിച്ചാണ്. ഓഡിറ്റ് വൺസ് ഇൻ എവരി ഇയറിൽ ഓഡിറ്റ് രജിസ്ട്രാർക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ രജിസ്ട്രാർ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു വ്യക്തികളെ എംപവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഓഡിറ്റിംഗ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഓഡിറ്റിൽ ഓവർ ഡ്യൂ ഡെപ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അസറ്റ്സിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും വാലുവേഷനാണ് ഓഡിറ്റിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇത്രയും പോയിന്റ്സുകൾ നമ്മൾ പറയുന്നതാണ് ഡ്യൂട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി. നെക്സ്റ്റ് പറയുന്നത് പ്രിവിലേജസ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി. ദ പ്രിവിലേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് റൈറ്റ്സിന് പുറമെ പവേഴ്സിന് പുറമെ ചില ആനുകൂല്യങ്ങൾ കൂടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ കിട്ടുന്ന സ്പെഷ്യലായിട്ടുള്ള പ്രിവിലേജസുകളാണ് പ്രിവിലേജസ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ പറയുന്ന പ്രൊവിഷൻസുകളല്ല. അപ്പോൾ അത് കുറച്ചധികം പോയിന്റുകളുണ്ട്. ഒരു 11ഓളം പോയിന്റ്സുകളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രിവിലേജസ്, രജിസ്റ്റേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ലഭ്യമാകുന്ന പ്രിവിലേജസിനെ കുറിച്ച് പറയുന്നത്. നമ്പർ 1, സൊസൈറ്റീസ് ടു ബി ബോഡീസ് കോർപ്പറേറ്റ് ആണ്. ആഫ്റ്റർ ദി രജിസ്ട്രേഷൻ ഓഫ് ദ സൊസൈറ്റി ഗെറ്റ്സ് ആൻഡ് ലീഗൽ സ്റ്റാറ്റസ് ആസ് എ കോർപ്പറേറ്റ് ബോഡി. അതായത് ഇപ്പോൾ നമ്മൾ
നമ്മളൊരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. അതുപോലെ തന്നെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ലീഗൽ എൻറ്റിറ്റി. അതിന് പെർപ്പച്വൽ ആയിട്ടുള്ള സക്സഷൻ ഉണ്ട്, കോമൺ സീൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്പനിക്ക് മറ്റുള്ളവരുമായി കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഈ പവറുകളെല്ലാം ആർക്കും കിട്ടും? കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും കിട്ടും. കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് ഒരു കോർപ്പറേറ്റ് ബോഡി എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ പ്രിവിലേജിൽ പറയുന്നത്. നമ്പർ 2, പ്രയർ ക്ലെയിം ഓഫ് സൊസൈറ്റി. പ്രയർ ക്ലെയിം ഓഫ് സൊസൈറ്റി. എ സൊസൈറ്റി ഷാൽ ബി എൻറ്റൈറ്റിൽഡ് ഇൻ പ്രയോറിറ്റി ടു അതർ ക്രെഡിറ്റേഴ്സ് to enforce any outstanding due to society from members or past member. അതായത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രിവിലേജ് ആയിട്ട് പറയുന്നത്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സോ അല്ലെങ്കിൽ പാസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മെമ്പർഷിപ്പ് സീസ് ചെയ്ത് കുറച്ച് സമയം ഒരു നെക്സ്റ്റ് പീരീഡ് ആയിട്ടുള്ളൂ, അങ്ങനെയുള്ള മെമ്പേഴ്സിൽ നിന്ന് എന്തെങ്കിലും ഡ്യൂസുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജാണ് പ്രയർ ക്ലെയിം ഓഫ് സൊസൈറ്റി. അതായത് പാസ്റ്റ് മെമ്പറിൽ നിന്നോ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിൽ നിന്നോ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡ്യൂ കിട്ടാനായിട്ട് മെമ്പേഴ്സിനോടത് ആവശ്യപ്പെടാം. അതിന് ഉള്ളൊരു ക്ലെയിം ചെയ്യാനുള്ള പ്രിവിലേജ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് രജിസ്ട്രേഷനോടുകൂടെ അത് അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ചാർജ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ്. എ രജിസ്റ്റേർഡ് സൊസൈറ്റി ഷാൽ ഹാവ് എൻ ചാർജ് upon the shares or interest of the capital on the deposit of members or past members. അതായത് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സ് ഷെയർ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഷെയർ എടുക്കുന്നതോടുകൂടിയാണ് അത് ക്യാപിറ്റലിൻ്റെ കോൺട്രിബ്യൂഷനായി മാറുന്നത്. അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഡിപ്പോസിറ്റിന്മേൽ കിട്ടുന്ന ഒരു എമൗണ്ടാണ് ഇൻട്രസ്റ്റ്. ഇതെല്ലാം ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിവിലേജ് കൂടെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കിട്ടും. മെമ്പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ പാസ്റ്റ് മെമ്പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്പോസിറ്റ് എമൗണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്മേൽ ചാർജ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ആയിട്ടോ ഷെയർ ആയിട്ടോ ചാർജ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കിട്ടുന്നു. അതാണ് ഈ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് വന്ന് ഷെയർ ഓർ ഇൻട്രസ്റ്റ് നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്. ഷെയർ ഓർ ഇൻട്രസ്റ്റ് നോട്ട് ടു അറ്റാച്ച്. ഇതിൽ ഈ പോയിന്റിൽ പറയുന്നത് ഇന്നത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിൽ മെമ്പേഴ്സ് ഇപ്പോൾ ഷെയർ എടുത്തു കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനായി മാറി, അല്ലെങ്കിൽ അവർ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് കൊടുക്കണം. ഈ പറയുന്ന ഷെയറിൻ്റെ എമൗണ്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ടോ ഇവ ഏതെങ്കിലും കേസുകളിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കെതിരെ കോർട്ടിൻ്റെ ഒരു ഡിസിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഡിസിഷൻ്റെ മുകളിൽ അത് സെയിൽ ചെയ്യാനായിട്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിൻ്റെ ഷെയറോ ഇൻട്രസ്റ്റോ ഉപയോഗിക്കാനായിട്ട് പാടില്ല, അതിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പാടില്ല. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മറ്റേതെങ്കിലും പ്രോപ്പർട്ടീസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യാനുള്ള റൈറ്റ് കോർട്ട് ഓർഡർ പ്രകാരമൊക്കെ സൊസൈറ്റിക്ക് ചെയ്യാം. പക്ഷേ മെമ്പേഴ്സിൻ്റെ ഷെയർ എമൗണ്ടോ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് എമൗണ്ടോ അതിന്മേൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടുകളൊന്നും അത് സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ലാബിലിറ്റി മീറ്റ് ചെയ്യാനോ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് കോർട്ട് ഓർഡർ പ്രകാരമോ മറ്റേതെങ്കിലും ഡിക്രി അപ്പോയിൻറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഓർഡർ പ്രകാരമോ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ പാസ്റ്റ് മെമ്പേഴ്സിൻ്റെയോ ഈ പറയുന്ന ഷെയർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെത്ത് ഓഫ് ദി മെമ്പേഴ്സ്. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെത്ത് ഓഫ് ദി മെമ്പർ. അതായത് ഒരു മെമ്പർ ഡെത്തായി കഴിഞ്ഞാൽ, അപ്പോൾ ആ ഡെത്തായിട്ടുള്ളൊരു മെമ്പറാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഷെയർ എമൗണ്ട് ആർക്കത് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഷെയർ എടുക്കുമ്പോൾ അതിൽ നോമിനി ആയിട്ട് നമ്മൾ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡെത്ത് സംഭവിക്കുകയോ അല്ലെങ്കിൽ ഡിസീസ്ഡ് മെമ്പർ ആവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകളിൽ ഈ ഒരു ഷെയർ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് എമൗണ്ട് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് നോമിനേറ്റ് ചെയ്യാം, ഏതെങ്കിലും വ്യക്തികളെ നോമിനേറ്റ് ചെയ്യാം. അപ്പം നോമിനി ആയിട്ടുള്ള ആളുകൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ നോമിനിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ആരാണോ ലീഗൽ ഹയേഴ്സ് എന്നുണ്ടെങ്കിൽ, നിയമപ്രകാരം അവകാശികളുണ്ട് എന്നുണ്ടെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഡിസീസ്ഡ് മെമ്പറിൻ്റെ ലീഗൽ അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുള്ള മെമ്പറുടെ ലീഗൽ ഹയേഴ്സിന് ഈ പറയുന്ന എമൗണ്ട് പാസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ കോപ്പറേറ്റീവ് സൊസൈറ്റി അത് ഹോൾഡ് ചെയ്യാൻ
ചെയ്യാനായിട്ട് പാടില്ല. പാസ്റ്റ് മെമ്പർ ആവട്ടെ, അല്ലെങ്കിൽ ഡിസീസ്ഡ് മെമ്പർ ആവട്ടെ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് ആവട്ടെ, അവർക്ക് ഡെത്ത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നോമിനികൾക്ക് ഈ പറയുന്ന ഷെയർ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ഇനി ഡിസീസ്ഡ് മെമ്പറാണ് നോമിനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിൽ അവർക്ക് ലീഗൽ ഹയേഴ്സോ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സുകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കണം ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ലാബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പറാണ്. ലാബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ. The liability of the past member for the debt of registered society shall continue for a period of 2 years from the date of the ceasing to be a member. അതായത് പാസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയാൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് സീസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ സീസ് ചെയ്തിട്ടുള്ള പാസ്റ്റ് മെമ്പർ ആയിട്ടുള്ള വ്യക്തിയുടെ ലാബിലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. അവർക്ക് ലാബിലിറ്റി അറൈസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് സൊസൈറ്റിയുടെ ഡെപ്റ്റുകൾക്ക് ഈ പാസ്റ്റ് മെമ്പർ ലാബിലിറ്റി ആകുമെന്നുള്ളതാണ് പറയുന്നത്. എപ്പോഴാണ് അയാൾ സീസിങ് ചെയ്ത് 2 വർഷത്തിന് ആ ഡേറ്റ് മുതൽ 2 വർഷം വരെയുള്ള കാലയളവിലേക്ക് വരുന്ന സൊസൈറ്റിയുടെ ഡെപ്റ്റുകൾക്കാണ് ആര് ബാധ്യസ്ഥനാവുന്നത്? പാസ്റ്റ് മെമ്പർ ബാധ്യസ്ഥനാവുന്നത്. ദാറ്റ് ഈസ് ദ ലാബിലിറ്റി ഓഫ് ദി പാസ്റ്റ് മെമ്പർ ഫോർ ദി ഡെപ്റ്റ് ഓഫ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി ഷാൽ കണ്ടിന്യൂ ഫോർ എ പീരീഡ് ഓഫ് 2 years ആസ് ഫ്രം ദി ഡേറ്റ് ഓഫ് ഹിസ് സീസിങ് ടു ബി എ മെമ്പർ. അയാൾ മെമ്പർഷിപ്പിൽ നിന്ന് സീസ് ചെയ്യുന്ന ആ ഡേറ്റ് മുതൽ 2 വർഷത്തേക്ക് വരെയുള്ള ഡെപ്റ്റുകൾക്ക്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെപ്റ്റുകൾക്ക് മെമ്പർ ലയബിളായി മാറും, പാസ്റ്റ് മെമ്പർ ലയബിളായി മാറും. നെക്സ്റ്റ് പറയുന്നത് ലാബിലിറ്റി ഓഫ് ദി എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പറാണ്. ഡിസീസ്ഡ് മെമ്പറുടെ ലാബിലിറ്റി അറൈസ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടീസുകൾ എന്തായി മാറും? ലാബിലിറ്റി അറൈസ് ചെയ്യുമോ എന്നുള്ളതാണ്. ഒരു ഡിസീസ്ഡ് മെമ്പറാണ്, അയാൾ സൊസൈറ്റിയിൽ നിന്നും ഇപ്പോൾ മെമ്പർഷിപ്പ് സീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മെമ്പർക്ക്, ഡിസീസ്ഡ് ആയിട്ടുള്ള മെമ്പർക്ക് സൊസൈറ്റിയുടെ ഡെപ്റ്റുകൾക്ക് എന്തെങ്കിലും ലാബിലിറ്റി ഉണ്ടാവുമോ, അതോ ആ ഡെപ്റ്റുകൾ ക്ലെയിം ചെയ്യാനായിട്ട് അയാളുടെ പ്രോപ്പർട്ടീസുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളതാണ്. ദ എസ്റ്റേറ്റ് ഓഫ് ദി ഡിസീസ്ഡ് മെമ്പർ ഷാൽ ബി ലയബിൾ ഫോർ 1 year ഫ്രം ദ ടൈം ഓഫ് ഹിസ് ഡിസീസ്. അയാളുടെ ഡിസീസ് ടൈം മുതൽ 1 year വരെയുള്ള ലാബിലിറ്റിക്ക് അയാളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എസ്റ്റേറ്റ് ലയബിളായി മാറും, ഡിസീസ്ഡ് മെമ്പറുടെ ലയബിളായി മാറും എന്നുള്ളതാണ് റൂള് പറയുന്നത്. അതായത് അയാൾ ഡിസീസ്ഡ് മെമ്പറായി മാറി രജിസ്റ്ററിൽ നിന്നും അതങ്ങനെ സീസിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ പോലും അയാളുടെ ലാബിലിറ്റി മീറ്റ് ചെയ്യാനായിട്ട് അയാളുടെ പ്രോപ്പർട്ടീസുകൾക്ക് ലാബിലിറ്റി അറൈസ് ചെയ്യും. 1 year വരെയുള്ള ലാബിലിറ്റീസുകൾ അറൈസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സാണ്. അതായത് മെമ്പേഴ്സ് രജിസ്റ്റർ എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളും കീപ്പ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് പ്രൈം ഫേഷ്യ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് എവിഡൻസ് ആണ്. എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ കോർട്ടിനോ രജിസ്ട്രാർക്കോ ഒഫീഷ്യലായിട്ടുള്ള ബെയറേഴ്സിനോ ആവശ്യപ്പെടാവുന്ന ഒരു രജിസ്റ്ററാണ് മെമ്പേഴ്സ് രജിസ്റ്റർ. ഇപ്പോൾ ഈ മെമ്പേഴ്സ് രജിസ്റ്ററിൽ ആരായിരിക്കും, അതായത് ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ്, എല്ലാ മെമ്പർമാരും ആരാണ് എന്നുള്ളതും അതിൽ ഷെയർ എടുത്തിട്ടുള്ള വ്യക്തികളും ആ ഡേറ്റ് മുതൽ ആ രജിസ്റ്ററിൽ പേര് പറയുന്ന വ്യക്തികളുടെ എല്ലാം ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്തിരിക്കണം. ആ ഒരു കീപ്പ് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എവിഡൻസ് ആണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. നെക്സ്റ്റ് പ്രൂഫ് ഓഫ് എൻട്രീസ് ഇൻ സൊസൈറ്റീസ് ബുക്ക്. അതായത് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ, അതായത് സൊസൈറ്റി റൺ ചെയ്യുന്നതിൻ്റെ കോഴ്സ് ഓഫ് ബിസിനസ്സിനിടയിൽ എന്തെല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ടുകളാണോ, എന്തെല്ലാം റെക്കോർഡ്സുകളാണോ കീപ്പ് ചെയ്യുന്നത്, അതിൽ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ എൻട്രീസിൻ്റെയും കോപ്പീസുകൾ ഒരു പ്രൈം ഫേഷ്യ എവിഡൻസ് ആയിട്ട് ഫർണിഷ് ചെയ്യാനായിട്ട് കഴിയും. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇപ്പോൾ അസറ്റ്സിനെ കുറിച്ച് റെക്കോർഡ് ചെയ്തു, അപ്പോൾ അസറ്റ്സിൻ്റെ റെക്കോർഡിനുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് അക്വയർ ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള അതിൻ്റെ ഡീഡ്സുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സുകൾ, ഇതെല്ലാം റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന എവിഡൻസുകളാണ്. എല്ലാ എവിഡൻസുകളും പ്രഥമ ദൃഷ്ട്യാൽ ഈ സൊസൈറ്റിയുടെ പ്രൂഫുകളായിട്ടത് ഉപയോഗിക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരു പ്രിവിലേജും കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കുണ്ട്, പ്രൂഫ് ഓഫ് എൻട്രീസ് ഇൻ ദി സൊസൈറ്റീസ് ബുക്ക്. Next, exemption from compulsory registration of instrument relating to shares and debentures of a cooperative society. ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയുടെ ഷെയർസുകൾ അല്ലെങ്കിൽ ആ സൊസൈറ്റി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സുകൾ അതെല്ലാം രജിസ്ട്രേഷൻ ആക്ട്, ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 19 നോട്ട് പ്രകാരം ആ ഷെയറുകളോ ഡിബഞ്ചറുകളോ ആ ഇൻസ്ട്രുമെൻസുകൾ എന്ത് ചെയ്യണമെന്നില്ല, രജിസ്റ്റർ ചെയ്യണമെന്നില്ല. കമ്പൾസറി രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ കമ്പനികളുടെ ഷെയറുകൾ എടുക്കുകയാണെങ്കിൽ ഡിബഞ്ചറുകളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക്
നമുക്കൊരു ലീഗലായിട്ടുള്ള എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ കമ്പൾസറി ഇല്ല എന്നുള്ളതാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്സിൻ്റെ ഒരു പ്രൊവിഷനിൽ പറയുന്നത്. കമ്പൾസറി ഇല്ല. ഇനി അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുക, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയറുകൾ ഇപ്പോൾ ഞാൻ മറ്റൊരാൾക്ക് അതിനെ എൻഡോഴ്സ് ചെയ്യണം, അധികാരപ്പെടുത്തി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഡിബഞ്ചർ മറ്റൊരു വ്യക്തികൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫറബിലിറ്റി കിട്ടാൻ, എൻഡോഴ്സ്മെൻറ്റ് അതിന് ഒരു എൻഫോഴ്സിബിലിറ്റി കിട്ടാനായിട്ടും അങ്ങനെയും ആ പറയുന്ന ഷെയറുകളോ ഡിബഞ്ചറുകളോ ആ ഇൻസ്ട്രുമെൻസുകളെ രജിസ്റ്റർ ചെയ്യണം എന്നില്ല എന്നുള്ളതാണ് ഒരു എക്സെംഷൻ ഉണ്ട്. കമ്പൾസറി രജിസ്ട്രേഷൻ വേണ്ട എന്ന് പറയുന്ന ഒരു എക്സെംഷൻ അതൊരു പ്രിവിലേജ് ആയിട്ട് രജിസ്റ്റേർഡ് സൊസൈറ്റിക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, പവർ ടു എക്സെംപ്റ്റ് ഫ്രം ഇൻകം ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ ഫീസുകൾ. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്കും ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇയർലി എത്രയാണോ നെറ്റ് പ്രോഫിറ്റ് അതിൻ്റെ ബേസിൽ ഇൻകം ടാക്സ് കൊടുക്കാൻ ബാധ്യതയുണ്ട്. അപ്പോൾ ആ ഇൻകം ടാക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രോഫിറ്റിൻ്റെ മുകളിൽ വരുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് ഡിവിഡൻ്റായിട്ട് കിട്ടുന്ന ആ പ്രോഫിറ്റിൻ്റെ മുകളിൽ വരുന്ന ടാക്സ് അത് സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കാവുന്നതാണ്. സെൻട്രൽ ഗവൺമെൻറ് മേ റെമിറ്റ് ദ ഇൻകം ടാക്സ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദി സൊസൈറ്റി. കൂടാതെ ഗവൺമെൻറ് തന്നെയാണ് ഇപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് ബെയറേഴ്സ് അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സ് ആരെങ്കിലും സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ലീഗൽ ഡോക്യുമെൻറ്റ്സുകൾക്ക് വേണ്ടി സ്റ്റാമ്പ് പേപ്പറുകളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി, അതുപോലെ തന്നെ രജിസ്ട്രേഷനുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റേതെങ്കിലും ഫീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പേ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ആണ് ഇങ്ങനെയുള്ള ഇൻകം ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്നതും സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് പോലുള്ള ഫീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാനില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾ കൊടുക്കേണ്ട എന്ന് പറയുന്ന ഒരു എക്സെംഷൻ രജിസ്റ്റേർഡ് സൊസൈറ്റി ആയതുകൊണ്ട് ഒരു പ്രിവിലേജ് അവർക്ക് അവൈലബിൾ ആണ്. ഇത്രയാണ് നമ്മൾ ഈ പ്രിവിലേജസ് ഓഫ് ദി രജിസ്റ്റേർഡ് സൊസൈറ്റിയിൽ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. നമ്പർ 1 പ്രിവിലേജ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പറയുന്നത് നമ്പർ 1 സൊസൈറ്റീസ് ടു ബി എ ബോഡി കോർപ്പറേറ്റ് ആണ്. അതായത് രജിസ്ട്രേഷൻ ചെയ്യുന്നതോടുകൂടെ ഒരു ലീഗൽ സ്റ്റാറ്റസ് ലോഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് എല്ലാ സൊസൈറ്റീസുകൾക്കും ലഭിക്കും. നെക്സ്റ്റ് പറയുന്നത് പ്രയർ ക്ലെയിം ഓഫ് സൊസൈറ്റി ആയിരുന്നു. പ്രയർ ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റീസുകൾക്ക് എന്തെങ്കിലും ഡ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മെമ്പേഴ്സിൽ നിന്നോ പാസ്റ്റ് മെമ്പേഴ്സിൽ നിന്നോ എന്തെങ്കിലും ഡ്യൂസുകൾ ഔട്ട്സ്റ്റാൻഡിങ് വരികയാണെങ്കിൽ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് ഷെയർസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള ചാർജ് ചെയ്യാനുള്ള മെമ്പേഴ്സിൻ്റെ മുകളിൽ ചാർജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. നെക്സ്റ്റ് ഷെയർ ഓർ ഇൻട്രസ്റ്റ് നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ് ഇൻ കേസ് എന്തെങ്കിലും കോർട്ട് ഓർഡർ പ്രകാരം സൊസൈറ്റിയുടെ പ്രോപ്പർട്ടീസുകളൊക്കെ എന്തെങ്കിലും സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഷെയർസുകളോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് പറയുന്ന മെമ്പേഴ്സിൻ്റെ റൈറ്റ്സുകളോ യൂസ് ചെയ്യാനായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പാടില്ല. മറ്റൊരു പ്രൊവിഷൻ ഇതിൽ പറയുന്നത് ഡിസീസ്ഡ് മെമ്പേഴ്സിന് ഉണ്ടാകുന്ന ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ആണ്, ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഡിസീസ്ഡ് മെമ്പർ അല്ലെങ്കിൽ ഡെത്ത് മെമ്പറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെമ്പേഴ്സിൻ്റെ ഷെയർ ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റുകൾ അത് അല്ലീഗൽ ഹയേഴ്സിന് നോമിനേറ്റഡ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. പിന്നെ പാസ്റ്റ് മെമ്പർ ആയി വരുന്ന ഒരാളുടെ ലാബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പറാണ് പറയുന്നത്. സൊസൈറ്റിയുടെ ഡെപ്റ്റുകൾക്ക് പാസ്റ്റ് മെമ്പറും ലയബിളായി മാറും. എപ്പോഴാണ് പാസ്റ്റ് മെമ്പർ ലയബിളായി മാറുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വർഷം വരെയുള്ള ലാബിലിറ്റികൾക്കാണ്. അതായത് അയാളുടെ മെമ്പർഷിപ്പ് സീസിങ് ചെയ്യുന്ന ഡേറ്റ് മുതൽ 2 വർഷം വരെയുള്ള കാലയളവിലേക്കുള്ള ലാബിലിറ്റി മാത്രമേ ഡെപ്റ്റിന് മാത്രമേ ലാബിലിറ്റി ആവുന്നുള്ളൂ. അതുപോലെ തന്നെ ലാബിലിറ്റി ടു ഓഫ് ദി എസ്റ്റേറ്റ് ഓഫ് ദി ഡിസീസ്ഡ് മെമ്പർ, ഡിസീസ്ഡ് ആയിട്ടുള്ള മെമ്പറുടെ പ്രോപ്പർട്ടീസുകൾ അല്ലെങ്കിൽ എസ്റ്റേറ്റും കൂടെ ലയബിളാകും എന്നുള്ളതാണ് പറയുന്നത്. 1 ഇയർ വരെയുള്ള പീരീഡിലേക്കാണ് സൊസൈറ്റിയുടെ ഡെപ്റ്റുകൾക്ക് ലാബിലിറ്റി ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വന്നത് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൻ്റെ ലിസ്റ്റാണ്. അവർ മെമ്പേഴ്സായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ അവരുടെ പേരുകൾ ഈ മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യും. അല്ലെങ്കിൽ ഷെയർസ് എടുത്തു കഴിഞ്ഞാൽ ആ ഷെയർസിൻ്റെ ആരൊക്കെയാണോ ഷെയർ ഹോൾഡേഴ്സ് എന്നുണ്ടെങ്കിൽ അതിൽ ആ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യും. അതാണ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സൊസൈറ്റീസുകൾക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളിൽ ബുക്സുകൾ എൻട്രി ചെയ്തിട്ടുള്ളതിൻ്റെ കോപ്പി ഒരു മെയിൻ പ്രൂഫാണ്. അതായത് പ്രൂഫ് ഓഫ് എൻട്രീസ് ഇൻ സൊസൈറ്റീസ് ബുക്സ്. നെക്സ്റ്റ് പറയുന്ന ഒരു പ്രിവിലേജാണ് എക്സെംഷൻ ഓഫ് ദി കമ്പൾസറി രജിസ്ട്രേഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി. ഷെയർസുകളോ ഡിബഞ്ചേഴ്സുകളോ ആ ഇൻസ്ട്രുമെൻസുകൾ കമ്പൾസറി അല്ല രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു പ്രിവിലേജ് പറയുന്നു. ലാസ്റ്റ് വൺ പറയുന്നത് പവർ ടു എക്സെംപ്റ്റ് ഫ്രം ഇൻകം ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ ഫീ.
രജിസ്ട്രേഷൻ ഡ്യൂട്ടികൾ, സ്റ്റാമ്പ് ഡ്യൂട്ടീസുകൾ, ഇൻകം ടാക്സ് ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യുന്നത് സൊസൈറ്റീസുകൾക്ക് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റാണ്. ഇത്രയും പ്രിവിലേജസുകളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലൂടെ പഠിക്കാനുള്ളത്. Another important provision deal with the property and funds of registered society. അപ്പോൾ നമ്മളിതുവരെ ചില പ്രൊവിഷൻസുകളൊക്കെ പറഞ്ഞു. ഫസ്റ്റ് മുതൽ പറയുകയാണെങ്കിൽ ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ്, നമ്പർ 2 ഡെഫിനിഷൻ, രജിസ്ട്രേഷൻ, ദെൻ പിന്നെ പറഞ്ഞത് ഡ്യൂട്ടീസ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി, ദെൻ പറഞ്ഞത് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ്, ലാസ്റ്റ് പറഞ്ഞത് പ്രിവിലേജസ് ഓഫ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി. അതായത് രജിസ്റ്റേർഡ് സൊസൈറ്റികൾക്ക് മാത്രം കിട്ടുന്ന ചില പ്രിവിലേജുകളാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രോപ്പർട്ടി ആൻഡ് ഫണ്ട്സ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി. ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയുടെ ഫണ്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക, അതെന്തൊക്കെ റൈറ്റ്സുകളുണ്ട്, അതിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ലാബിലിറ്റി എങ്ങനെയാണ്, അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീൽ ചെയ്യുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറയുന്നത്. നമ്പർ 1 റെസ്ട്രിക്ഷൻ ഓൺ ലോൺ. Restriction on loan, restriction on borrowings, restriction on the transaction with non-members, then investment of fund. Next point അതിൽ പറയുന്നത് funds not to be divided by way of profit. Last one contribution to charitable purpose. ഇത്രയും പോയിൻറ്റ്സുകളാണ് പ്രോപ്പർട്ടി ആൻഡ് ഫണ്ട്സ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റിയിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നു റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്. ലോൺസിൻ്റെ മുകളിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. ദ രജിസ്റ്റേർഡ് സൊസൈറ്റി ഷാൽ നോട്ട് മേക്ക് ലോൺ ടു എനി പേഴ്സൺ അതർ ദാൻ മെമ്പേഴ്സ്. സൊസൈറ്റിയിൽ മെമ്പേഴ്സ് അല്ലാത്ത ഒരു വ്യക്തികൾക്കും ലോൺ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പം നമ്മൾ നേരത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 പഠിച്ചിട്ടുള്ള ഒരു ലിമിറ്റേഷൻ ആയിരുന്നു, മെമ്പേഴ്സിന് മാത്രമേ അതിൻ്റെ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്നുള്ളത്. നെക്സ്റ്റ് 1912 ആക്ട് വന്നപ്പോൾ ചില റെക്ടിഫിക്കേഷൻസുകളെല്ലാം കൊണ്ടുവന്നു. അപ്പോൾ ആ റെക്ടിഫിക്കേഷൻസുകൾ കൊണ്ടുവന്നപ്പോൾ നോൺ മെമ്പേഴ്സിനും പ്രൊവൈഡ് ചെയ്യും. പക്ഷേ സൊസൈറ്റീസ് ആക്റ്റിലെ ചില റൂൾസുകൾക്കും റെഗുലേഷൻസുകൾക്കും വിധേയമായി കൊണ്ട് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രൊവിഷനിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ഷാൽ നോട്ട് ലെൻഡ് മണി ഓൺ ദ സെക്യൂരിറ്റി ഓഫ് എ മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ലോൺസ് ക്യാൻ മേക്ക് ഓൺ personal and immovable on the security of the personal and immovable property. ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നുകിൽ വ്യക്തിപരമായിട്ടുള്ള സെക്യൂരിറ്റിയുടെ മുകളിലോ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ മുകളിലോ ആയിരിക്കണം. പക്ഷേ ഇവിടെ ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്, റെസ്ട്രിക്ഷൻ ഓൺ ലോണിൽ പറയുന്നതാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ, അൺലിമിറ്റഡ് ലാബിലിറ്റി സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റിയുടെ മുകളിൽ ലെൻഡിങ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ പറഞ്ഞത് നോൺ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യരുത്. മറ്റൊരു റെസ്ട്രിക്ഷൻ പറയുന്നത് ലെൻഡിങ് ചെയ്യുന്നത് മൂവബിൾ പ്രോപ്പർട്ടിയുടെ മുകളിൽ സെക്യൂരിറ്റി ആയിക്കൊണ്ട് ചെയ്യരുത് എന്നുള്ളതാണ്. കൊടുക്കാം, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റീസിൻ്റെ മുകളിൽ മാത്രമേ ലെൻഡിങ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ 2 റെസ്ട്രിക്ഷൻ പറഞ്ഞു. റെസ്ട്രിക്ഷൻ ഓൺ ലോണിൽ എ സൊസൈറ്റി ഷാൽ നോട്ട് മേക്ക് ലോൺ ടു എനി നോൺ മെമ്പർ. നെക്സ്റ്റ് പറയുന്നത് എ സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലാബിലിറ്റി ഷാൽ നോട്ട് ലെൻഡ് മണി ഓൺ സെക്യൂരിറ്റി ഓഫ് ദി മൂവബിൾ പ്രോപ്പർട്ടി. ഇതാണ് റെസ്ട്രിക്ഷൻ ഓൺ ലോണിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ്സ് ആണ്. അതായത് ബോറോയിങ് ചെയ്യാനുള്ള മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർസുകൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എങ്ങനെയാണ് ബോറോയിങ് ചെയ്യാനുള്ള അവരുടെ സ്പെഷ്യൽ റൈറ്റ്സുകൾ എങ്ങനെ അത് ഫണ്ട് യൂസ് ചെയ്യാമെന്നുള്ളത്. ആ രജിസ്റ്റേർഡ് സൊസൈറ്റി ഷാൾ റിസീവ് ഡെപ്പോസിറ്റ് ആൻഡ് ലോൺസ് ഫ്രം പേഴ്സൺസ് ഹു ആർ നോട്ട് മെമ്പേഴ്സ് ഓൺലി ടു സച്ച് എക്സ്റ്റെൻഡ് അണ്ടർ ദ കണ്ടീഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി റൂൾസ് ആൻഡ് ബൈലോ. അതായത് സൊസൈറ്റീസ് ആക്ടിൻ്റെ റൂൾസിലും ബൈലോസിലും സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ച് വേണം, ആ പരിധി വെച്ചുകൊണ്ട് മാത്രമേ നോൺ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാനോ പാടുള്ളൂ. അപ്പോൾ ഡിപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴും ഇപ്പോൾ സൊസൈറ്റിയിൽ മെമ്പർമാരല്ലാത്ത നോൺ മെമ്പേഴ്സ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു പരിധി പറയുന്നുണ്ട്. സൊസൈറ്റീസിൻ്റെ ആക്റ്റും റൂൾസിനും പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ പരിധി വിട്ടുകൊണ്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല. ദാറ്റ് ഈസ് ദ റെസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ്സ്. നെക്സ്റ്റ് വന്ന് റെസ്ട്രിക്ഷൻ ഓൺ അതർ ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ്. അതായത് സൊസൈറ്റി മറ്റെന്തെങ്കിലും ട്രാൻസാക്ഷൻസുകൾ നോൺ മെമ്പേഴ്സുമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ
നോൺ മെമ്പേഴ്സുമായിട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസുകൾക്ക് അറൈസ് ചെയ്യുന്ന ലാബിലിറ്റി ഉണ്ടോ, എന്തെങ്കിലും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് ഈ പ്രൊവിഷനിൽ പറയുന്നുണ്ട്. അതിനും ഒരു പ്രൊഹിബിഷനാണ് പറയുന്നത്, ഒരു റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. ഇനി അങ്ങനെ നോൺ മെമ്പേഴ്സുമായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ സ്പെഷ്യൽ ഓർഡറോ അല്ലെങ്കിൽ ഒരു ജനറൽ ഓർഡർ പ്രകാരമോ റൂൾസ് ആൻഡ് ബൈലോസുകൾക്കനുസരിച്ച് മാത്രമേ നോൺ മെമ്പേഴ്സുമായിട്ടുള്ള ട്രാൻസാക്ഷൻ അനുവദിക്കുന്നുള്ളൂ. അതാണ് റെസ്ട്രിക്ഷൻ ഓൺ ദി റെസ്ട്രിക്ഷൻ ഓഫ് ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സിൽ പറയുന്നത്. ഒരിക്കലും കോപ്പറേറ്റീവ് സൊസൈറ്റീസുകൾക്ക് മെമ്പേഴ്സ് അല്ലാത്ത ആളുകളുമായി മറ്റ് ട്രാൻസാക്ഷൻസുകൾ ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പ്രൊഹിബിഷൻസുകളുണ്ട്. ആ പ്രൊഹിബിഷൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടുകൾക്കും റൂൾസുകൾക്കും ബൈലോസിലും അനുസൃതമായി കൊണ്ട് ഒരു പരിധി വെച്ചുകൊണ്ട് മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസുകൾ അനുവദിക്കുന്നുള്ളൂ. നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫണ്ടുകൾ, ആ ഫണ്ടുകൾ എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാവുന്നത് എന്നുള്ളത് ഈ ആക്ടിൽ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻ ദ ഗവൺമെൻറ് സേവിംഗ് ബാങ്ക്. ഫസ്റ്റ് വൺ ഇൻ ദി ഗവൺമെൻറ് സേവിംഗ് ബാങ്ക്. നമ്പർ 2 ഇൻ എനി സെക്യൂരിറ്റീസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 2 ഓഫ് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882. ഫസ്റ്റ് വൺ പറഞ്ഞത് ഗവൺമെൻറ് സേവിംഗ് ബാങ്കുകളിൽ അവരുടെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റൊരെണ്ണം പറയുന്നത് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം സെക്യൂരിറ്റീസുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷെയർസുകളിലോ, അതായത് ഈ സെക്ഷനിൽ 20 പറയുന്ന ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് 1882 സെക്ഷൻ 20 സ്പെസിഫൈ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ഇൻ ദ ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ഓഫ് എനി അതർ രജിസ്റ്റേർഡ് സൊസൈറ്റി, അതായത് മറ്റേതെങ്കിലും രജിസ്റ്റേർഡ് സൊസൈറ്റികളുടെ ഷെയർസ് സെക്യൂരിറ്റീസുകളോ പർച്ചേസ് ചെയ്തുകൊണ്ടും അവർക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്യുന്ന മറ്റേതെങ്കിലും ബാങ്കിങ് സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആക്ടിൻ്റെ റൂൾസ് പ്രകാരം, അതായത് 1912 ആക്ടിൻ്റെ റൂൾസിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും മോഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത്രയും കേസുകളാണ്, 5 മെത്തേഡിലൂടെ മാത്രമേ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്പർ 1 പറഞ്ഞത് ഗവൺമെൻറ് സേവിംഗ് ബാങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസുകൾ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സെക്യൂരിറ്റീസുകളിൽ, അതർ രജിസ്റ്റേർഡ് സൊസൈറ്റീസുകളുടെ ഷെയറുകളോ സെക്യൂരിറ്റീസുകളിലോ ചെയ്യാം. അല്ലെങ്കിൽ ബാങ്കുകളിൽ, അതായത് രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള ബാങ്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 1912 ആക്ടിൽ പറയുന്ന ആ റൂൾസിലെ മോഡ് ഏതാണോ, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മോഡ് ഏതാണോ ആ മോഡ് പ്രകാരം ആ സ്കീം ഉപയോഗിച്ചുകൊണ്ടും സൊസൈറ്റിയുടെ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ടിൽ പറയുന്നത്. 5 പോയിന്റുകളുണ്ട്, ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ് ബൈ വേ ഓഫ് പ്രോഫിറ്റ്. അതായത് നമുക്കറിയാം ഫണ്ടുകൾ ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് മെമ്പേഴ്സിനിടയിൽ അതെന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ കമ്പനികളുടെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നത് പോലെ തന്നെ ഇവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് എന്ത് ലഭ്യമാകണം, അതിൻ്റെ പ്രോഫിറ്റ് അവൈലബിൾ ആവണം. അപ്പോൾ സൊസൈറ്റിയുടെ പ്രോഫിറ്റ് മെമ്പേഴ്സിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് അതിൻ്റെ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ 1/4 ഓഫ് ദി പ്രോഫിറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദി റിസർവ് ഫണ്ട്. അതൊരു നിയമം പറയുന്നുണ്ട്. റിസർവ് ഫണ്ടിലേക്ക് 1/4 പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അത് ബാക്കി വരുന്ന എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഷെയർസ് മെമ്പേഴ്സിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി മറ്റൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, അതായത് അൺലിമിറ്റഡ് ലാബിലിറ്റി സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയുടെ പ്രോഫിറ്റ്, അൺലിമിറ്റഡ് ലാബിലിറ്റി സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിന് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പാടില്ല. എങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജനറൽ ഓർഡർ പ്രകാരമോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ പ്രകാരമോ ഒരു ഉത്തരവ് കിട്ടിയെങ്കിൽ മാത്രമാണ് അൺലിമിറ്റഡ് ലാബിലിറ്റിയുടെ സൊസൈറ്റിയുടെ പ്രോഫിറ്റ് മെമ്പേഴ്സിനിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതാണ് പറയുന്നത് ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ് ഇൻ ബൈ വേ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റായിട്ടത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ 2 കണ്ടീഷൻ പറയുന്നു. അതായത് 1/4
profit should be transferred to the reserve fund. Next, unlimited, the society with unlimited liability, the profit should not be distributed among the members until the order getting from state government, special order or general order. This എന്തെങ്കിലും ഓർഡർ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ലാബിലിറ്റിയുടെ ഷെയർ സൊസൈറ്റിക്ക് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. മറ്റൊരു പോയിന്റ് കൂടെ പറയുന്നത് കോൺട്രിബ്യൂഷൻ ടു ചാരിറ്റബിൾ പർപ്പസ്. കോൺട്രിബ്യൂഷൻ ടു ചാരിറ്റബിൾ പർപ്പസ്, അതായത് സൊസൈറ്റിയുടെ പ്രോഫിറ്റിൽ നിന്ന് ചാരിറ്റബിൾ ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടി ഫണ്ട് വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു പ്രൊവിഷൻ പറയുന്നുണ്ട്. സൊസൈറ്റിയുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാൻ പാടില്ല, പ്രോഫിറ്റിൽ നിന്നും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതിന് പറയുന്ന പ്രൊവിഷനാണ് കോൺട്രിബ്യൂഷൻ ടു ചാരിറ്റബിൾ പർപ്പസ്. ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിക്ക് ഇങ്ങനെ ചാരിറ്റബിൾ ആയിട്ടുള്ള പർപ്പസുകൾക്ക് വേണ്ടി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്പർ 1 കണ്ടീഷൻ പറയുന്നത് രജിസ്ട്രാറുടെ സാങ്ഷൻ ഉണ്ടായിരിക്കണം. രജിസ്ട്രാറുടെ സാങ്ഷൻ ഉണ്ടാവാനായിട്ട്, അതായത് സൊസൈറ്റിയുടെ പ്രോഫിറ്റിൻ്റെ 1/4 റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം റിമൈനിങ് വരുന്ന പ്രോഫിറ്റിൻ്റെ നോട്ട് ലെസ് ദാൻ 10% ഓഫ് ദി പ്രോഫിറ്റ് മേ ബി യൂസ്ഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ്. അതും റിസർവ് ഫണ്ടിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന പ്രോഫിറ്റിൻ്റെ 10%-നേക്കാൾ നോട്ട് എക്സ്റ്റീഡ് കൂടാത്ത ഒരു എമൗണ്ട് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ചാരിറ്റബിൾ പർപ്പസ് എന്ന് പറയുമ്പോൾ ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്റ്റിൽ 1890 അതാണ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആക്ട്. അതിൽ സെക്ഷൻ 20 ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ചാരിറ്റബിൾ ആയിട്ടുള്ള പർപ്പസുകൾ. അങ്ങനെയുള്ള പർപ്പസുകൾക്ക് വേണ്ടി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫണ്ടുകൾ യൂസ് ചെയ്യാം. അപ്പോൾ ഫണ്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുന്ന കണ്ടീഷൻസുകൾ, ദ സൊസൈറ്റി ഷുഡ് ഹാവ് ഗെറ്റ് ദ സാങ്ഷൻ ഫ്രം രജിസ്ട്രാർ. രജിസ്ട്രാറിലുള്ള സാങ്ഷൻ ഫസ്റ്റ്ലി അതിന് കിട്ടിയിരിക്കണം. നെക്സ്റ്റ്, പ്രോഫിറ്റിന് ട്രാൻസ്ഫർ റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം റിമൈനിങ് വരുന്ന പ്രോഫിറ്റിനെയാണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതും ഇഷ്ടമുള്ള എമൗണ്ട് കൊടുക്കാനായിട്ട് പാടില്ല. ആ പ്രോഫിറ്റ് നോട്ട് എക്സീഡിങ് ലെസ് ദാൻ 10% ആണ്. 10%-നേക്കാൾ കൂടാത്ത ഒരു എമൗണ്ട് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി കൊടുക്കണം. നോട്ട് എക്സീഡിങ് 10% ഓഫ് ദി റിമൈനിങ് പ്രോഫിറ്റ്. നെക്സ്റ്റ് പറയുന്നത് ഇൻസ്പെക്ഷൻ ഓഫ് അഫയേഴ്സ് ആണ്. ഇൻസ്പെക്ഷൻ ഓഫ് അഫയേഴ്സ്, അനദർ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ ഡീൽസ് വിത്ത് ദ ഇൻസ്പെക്ഷൻ ഓഫ് അഫയേഴ്സ്. Cooperative Societies Act 1912 deals with the provision about the inspection of affairs. It includes enquiry by registrar, inspection of the books of society, then cost of enquiry and recovery of the cost. അപ്പോൾ എൻക്വയറിയെ കുറിച്ചുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് ഇവിടെ ഈ പ്രൊവിഷനിൽ പറയുന്നത്. നമ്പർ 1, എൻക്വയറി ബൈ രജിസ്ട്രാർ. അതായത് ചില സിറ്റുവേഷൻസുകൾ അനുസരിച്ചുകൊണ്ട് രജിസ്ട്രാർക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എൻക്വയറി ചെയ്യാം. സ്പെഷ്യൽ സിറ്റുവേഷൻസുകളിൽ മാത്രമാണ് എൻക്വയറി. എല്ലാ വർഷവും ഓഡിറ്റിംഗ് ചെയ്യും, ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ രജിസ്ട്രാർ നേരിട്ട് തന്നെ ഒന്നുകിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓതറൈസ്ഡ് പേഴ്സൺസുകളോ സൊസൈറ്റിയെ എൻക്വയറിക്ക് വിധേയമാക്കുക. അപ്പോൾ എപ്പോഴൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നുള്ള പ്രൊവിഷനാണ് ഇവിടെ പറയുന്നത്. പോയിന്റ് പറയുന്നത്, ദ രജിസ്ട്രാർ മേ ഹിസ് ഓൺ ഓപ്ഷൻ ഓർ ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ദി കളക്ടർ ഓർ ഓൺ ദി അപ്ലിക്കേഷൻ ഫ്രം ദി majority of the committee members or not less than 1/3 of the members application from the members. അതായത് 4 സാഹചര്യങ്ങളിലാണ് ചെയ്യുന്നത്. ഒന്നുകിൽ രജിസ്ട്രാർക്ക് സ്വന്തം താല്പര്യാർത്ഥം, അല്ലെങ്കിൽ കളക്ടറുടെ റിക്വസ്റ്റ് പ്രകാരമോ, അല്ലെങ്കിൽ മെജോറിറ്റി ആയിട്ടുള്ള കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ അപ്ലിക്കേഷൻ പ്രകാരമോ, അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിൻ്റെ 1/3-നേക്കാൾ കുറയാത്ത മെമ്പേഴ്സ് ആവശ്യപ്പെടുന്നത് പ്രകാരമോ സൊസൈറ്റിയെ എന്ത് ചെയ്യാം, എൻക്വയറി ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻക്വയറി ചെയ്യാനായിട്ട് ഒന്നുകിൽ രജിസ്ട്രാർക്കോ ഡയറക്ടർ രജിസ്ട്രാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓതറൈസ്ഡ് പേഴ്സൺസിന് എൻക്വയറി ചെയ്യാം. അപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ഈ എൻക്വയറി അന്വേഷണത്തിന് വിധേയമാക്കുന്നൊരു മേഖല എന്ന് പറയുമ്പോൾ സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ, ബൈലോസ്, റൂൾസുകൾ, ആക്ടുകൾ, ആ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആൻഡ് വർക്കിംഗ് പൊസിഷൻ, വർക്കിംഗ് കണ്ടീഷൻ ഓഫ് ദി രജിസ്റ്റേർഡ് സൊസൈറ്റി. ഇപ്പോൾ സൊസൈറ്റി എങ്ങനെയാണോ അതിൻ്റെ ബിസിനസ് അഫയേഴ്സുകൾ റൺ ചെയ്യുന്നത്, ഫിനാൻഷ്യലായിട്ടുള്ള സിറ്റുവേഷൻസുകൾ എങ്ങനെയൊക്കെയാണ്, ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ എങ്ങനെയാണത് കീപ്പ് ചെയ്യുന്നത്, ദെൻ നെക്സ്റ്റ് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസുകൾ. ഇങ്ങനെയുള്ള കേസുകളിൽ ചില സംശയമായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ്
എന്താണ് എൻക്വയറിക്ക് വിധേയമാക്കുക. അപ്പോൾ എൻക്വയറി ചെയ്യാനായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ദ രജിസ്ട്രാർ മേ ഹിസ് ഓൺ ഓപ്ഷൻ ഓർ ഓൺ ദി റിക്വസ്റ്റ് ഓഫ് ദി കളക്ടർ ഓർ ഓൺ ദി അപ്ലിക്കേഷൻ ഫ്രം ദി മെജോറിറ്റി ഓഫ് ദി കമ്മിറ്റി മെമ്പേഴ്സ് ഓർ ഓൺ ദി application from the not less than 1/3 of the members of the society. In this situation, the registrar his own option may appoint authorized person to the enquiry in connection with the subject matter about the working and financial condition of a society. നെക്സ്റ്റ് പറയുന്നത് അതായത് ഇപ്പം ഇങ്ങനെയുള്ള എൻക്വയറി വരികയാണെന്നുണ്ടെങ്കിൽ അതായത് രജിസ്ട്രാറോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസുകളോ എൻക്വയറിക്ക് വേണ്ടി സൊസൈറ്റിയെ സമീപിക്കുകയാണെങ്കിൽ എല്ലാം ഓൾ ഓഫീസേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി ഷാൽ ഫർണിഷ് such information in regard to the affairs of the society as the registrar or the person authorized by the registrar. അതായത് സൊസൈറ്റിയുടെ ഫുൾ അഫയേഴ്സുകൾ ഫുൾ ഡീലിങ്സുകൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനുകളും റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന പേഴ്സണോ ആവശ്യപ്പെടുന്ന പക്ഷം ഓഫീസ് ബെയറേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് അത് ഫർണിഷ് ചെയ്യാൻ ബാധ്യസ്ഥത ഉണ്ടാവുന്നതാണ്. ഇത്രയാണ് എൻക്വയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് ഇൻഡെപ്റ്റഡ് സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് അതായത് ഓർ ഫ്രം ദി ഓൺ ദി അപ്ലിക്കേഷൻ ഫ്രം ദി ക്രെഡിറ്റേഴ്സ് of the registered society shall inspect on direct or some person authorized by him to inspect the books of society. സൊസൈറ്റിയിലുള്ള ക്രെഡിറ്റേഴ്സിൻ്റെ ഡിമാൻഡ് പ്രകാരം സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓതറൈസ്ഡ് പേഴ്സൺസിനോ ഈ ഇൻസ്പെക്ഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്പെക്ഷനും വിധേയമാകുമ്പോൾ സൊസൈറ്റിയിലുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് അവരാവശ്യപ്പെടുന്ന ബുക്സ് ഓഫ് അക്കൗണ്ടുകൾ ഇൻസ്പെക്ട് ചെയ്യാനും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസുകൾ ഫർണിഷ് ചെയ്യാനും ബാധ്യസ്ഥരായി. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് എൻക്വയറി. അതായത് ഇങ്ങനെയുള്ള ഇൻസ്പെക്ഷനോ എൻക്വയറിയോ വരികയാണെന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കോസ്റ്റ് എങ്ങനെയാണ് അത് അപ്പോർഷൻ ചെയ്യുക എന്നുള്ളത് ആരിലാണ് ഈ ഒരു ചാർജ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ രജിസ്ട്രാർക്ക് ഉദ്ദേശിക്കുന്ന പക്ഷം അയാൾ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനിലാണ് അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതും ആ കോസ്റ്റ് ആർക്കാണ് അത് അപ്പോർഷൻ ചെയ്യേണ്ടത് എന്നുള്ളതും തീരുമാനിക്കുന്നത്. ഒന്നുകിൽ ബിറ്റ്വീൻ ദ സൊസൈറ്റി or members or creditors of the society or ഓഫീസേഴ്സ് ഓർ ഫോർമർ ഓഫീസേഴ്സ് ഓഫ് ദി രജിസ്റ്റേർഡ് സൊസൈറ്റി. അതായത് ഇതിനുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് ഒന്നുകിൽ സൊസൈറ്റിയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സാണ് ഇത് ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ ഇൻസ്പെക്ഷനോ എൻക്വയറിക്കോ ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ അവരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഓഫീസേഴ്സിൽ നിന്നോ ഫോർമർ ഓഫീസേഴ്സിൽ നിന്നോ ആയിരിക്കും ഈ പറയുന്ന എമൗണ്ട് അപ്പോർഷൻ ചെയ്യുന്നത്. അവരത് കൊടുക്കാനായിട്ടുള്ളൊരു ബാധ്യസ്ഥത ഉണ്ടായിരിക്കും. നെക്സ്റ്റ് റിക്കവറി ഓഫ് ദി കോസ്റ്റ്. അതായത് കോസ്റ്റ് അവർ ഈ പറയുന്ന അപ്പോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ അത് റിക്കവർ ചെയ്യാനായിട്ട് രജിസ്ട്രാർക്ക് എങ്ങനെയാണ് അത് സാധ്യമാകുക എന്നുള്ളത് കൂടെ ഈ ഒരു പ്രൊവിഷനിൽ പറയുന്നുണ്ട്. അതാണ് റിക്കവറി ഓഫ് ദി കോസ്റ്റ്. അപ്പോൾ സെക്ഷൻ 37 പ്രകാരം എനി എമൗണ്ട് അവാർഡഡ് ബൈ കോസ്റ്റ് അണ്ടർ സെക്ഷൻ 37 മേ ബി റിക്കവേർഡ് ഓൺ ആപ്ലിക്കേഷൻ ടു മജിസ്ട്രേറ്റ് ഹാവിംഗ് ജുറിഡിക്ഷൻ ഇൻ ദി സ്റ്റേറ്റ്. അതായത് രജിസ്ട്രാർക്ക് ഈ പറയുന്ന വ്യക്തികളിൽ നിന്ന് കോസ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാനായിട്ട് ആ ഒരു സൊസൈറ്റി നിലനിൽക്കുന്ന സ്ഥലത്തുള്ള ജുറിഡിക്ഷൻ പവറുള്ള മജിസ്ട്രേറ്റിന് ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസ് അവരുടെ എസ്റ്റേറ്റുകളായിരിക്കും അതല്ലെങ്കിൽ അത് വിറ്റുകൊണ്ടായിരിക്കണം ഈ പറയുന്ന കോസ്റ്റ് റിക്കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഫോർമർ ഓഫീസേഴ്സിൻ്റെ കയ്യിൽ നിന്നോ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നോ ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കയ്യിൽ നിന്നോ ഈ എമൗണ്ട് എന്ത് ചെയ്യാം റിക്കവർ ചെയ്യാം. അപ്പോൾ അത് എമൗണ്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാനായിട്ട് മജിസ്ട്രേറ്റിന് അത് ഫയൽ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. അത് മുഖേന മജിസ്ട്രേറ്റിന് ആ സൊസൈറ്റി നിലനിൽക്കുന്ന സ്ഥലത്തുള്ള മജിസ്ട്രേറ്റിന് അവരിൽ നിന്നും ഒന്നുകിൽ അവരുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എസ്റ്റേറ്റുകൾ വിറ്റുകൊണ്ടോ മറ്റേതെങ്കിലും
രീതിയിൽ അവരുടെ കയ്യിൽ നിന്ന് ഈ എമൗണ്ട് റിക്കവർ ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയാണ് എൻക്വയറി ഓഫ് അഫയേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി എന്ന് പറയുന്ന പ്രൊവിഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എൻക്വയറി ഓഫ് ബൈ രജിസ്ട്രാർ, ദെൻ ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്, ദെൻ കോസ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് റിക്കവറി ഓഫ് ദി കോസ്റ്റ്. നെക്സ്റ്റ് പ്രൊവിഷൻ ഡീൽസ് വിത്ത് ദ ഡിസൊല്യൂഷൻ ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റി എങ്ങനെയാണ് ഡിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യുക, ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സുകളാണ് ഡിസൊല്യൂഷൻ ഓഫ് സൊസൈറ്റിയിൽ പറയുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് സൊസൈറ്റി, ദ പ്രൊവിഷൻ ഡീൽസ് വിത്ത് ദ ഡിസൊല്യൂഷൻ, ദെൻ ക്യാൻസലേഷൻ ഓഫ് ദി രജിസ്ട്രേഷൻ ആൻഡ് ഇഫക്റ്റ് ഓഫ് ദി ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി, ദെൻ ലാസ്റ്റ് വൺ വൈൻഡിങ് അപ്പ്. ഫസ്റ്റ് വൺ ഡിസൊല്യൂഷൻ. ഒരു സൊസൈറ്റി എപ്പോഴാണ് ഡിസോൾവ് ചെയ്യുക, അതിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊസീജിയറിലേക്ക് നീങ്ങുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. ആഫ്റ്റർ മേക്കിംഗ് ദ ഇൻസ്പെക്ഷൻ ആൻഡ് എൻക്വയറി അണ്ടർ സെക്ഷൻ 35 and 36 on the receipt of the application from the 3/4 of the members of the society, then he has then opinion that the society should be dissolved. The registrar may cancel the registration of the society. ഇൻസ്പെക്ഷൻ ചെയ്തു, എൻക്വയറി ചെയ്തു, അതിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ സൊസൈറ്റിയിൽ 3/4 ഓഫ് ദ മെമ്പേഴ്സും അഭിപ്രായപ്പെടുകയാണ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് മോസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ആവശ്യപ്പെടുന്ന പക്ഷം സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വൈൻഡ് അപ്പിന് വേണ്ടി ആദ്യം ക്യാൻസലേഷൻ ചെയ്യണം. അപ്പോൾ ക്യാൻസലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ഷൻ വിധേയമാകണം, എൻക്വയറിക്ക് വിധേയമാകണം. അതിൻ്റെ വെളിച്ചത്തിൽ 3/4 ഓഫ് ദി മെമ്പേഴ്സ് അവരുടെ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം രജിസ്ട്രാർക്ക്, സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതാണ് എന്നുള്ളത്. രജിസ്റ്റർ ചെയ്യാനല്ല, ക്യാൻസലേഷൻ ചെയ്യാം അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് പറഞ്ഞത് ക്യാൻസലേഷൻ ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി. മറ്റൊരു സിറ്റുവേഷനിലും സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ദ രജിസ്ട്രാർ മേ ക്യാൻസൽ ദ രജിസ്ട്രേഷൻ ഓഫ് ദി സൊസൈറ്റി, രജിസ്ട്രേഷൻ ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇറ്റ് എനി ടൈം, എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദാറ്റ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് റെഡ്യൂസ്ഡ് ടു ലെസ് ദാൻ 10. സാധാരണ നമുക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 10 മെമ്പേഴ്സെങ്കിലും ആവശ്യമാണ്. അതായത് രജിസ്ട്രേഷൻ്റെ ഒരു ലീഗൽ കണ്ടീഷനാണ് പറയുന്നത്. അതേപോലെ തന്നെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനും, അതായത് ഈ 10നേക്കാൾ താഴെയാണ് മെമ്പേഴ്സിൻ്റെ എണ്ണം എന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് സ്വമേധയാ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. മറ്റ് നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ 3/4 ഓഫ് ദി മെമ്പേഴ്സിൻ്റെ അപ്ലിക്കേഷൻ അവരാവശ്യപ്പെടുന്ന പക്ഷമാണ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ഇത് രജിസ്ട്രാർക്ക് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. വെൻ ദി നമ്പർ of members is reduced to less than 10, the registration may be cancelled by the registrar. നെക്സ്റ്റ് ഇഫക്റ്റ് ഓഫ് ദി ക്യാൻസലേഷൻ ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലീഗൽ ഇഫക്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ലീഗൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി കോർപ്പറേറ്റ് ആവുക എന്നുള്ളതാണ്. അതായത് ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടാവുക, ഒരു പെർപെക്ച്വൽ ആയിട്ടുള്ള സക്സഷൻ ഉണ്ടാവുക, ഒരു കോമൺ സീൽ ഉണ്ടാവുക, സൊസൈറ്റിക്ക് മറ്റൊരു വ്യക്തികളുമായിട്ടുള്ള കോൺട്രാക്ട് എൻ്റർ ചെയ്യാനോ ഒരു ലീഗൽ എൻഫോഴ്സിബിലിറ്റി കിട്ടും. ഇതിനെല്ലാം ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആയിരിക്കും കിട്ടുക. ആ ലീഗൽ എൻറ്റിറ്റി ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന our legal status it ceases from the date of the cancellation of the registration of society. Society cancel ചെയ്ത് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ലീഗൽ സ്റ്റാറ്റസ് അതിൽ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് അതിന് നഷ്ടപ്പെടും. നെക്സ്റ്റ് പറയുന്നത് വൈൻഡിങ് അപ്പാണ്. ലാസ്റ്റ് പോയിന്റ് ഇസ് ദി വൈൻഡിങ് അപ്പ്. അപ്പോൾ വൈൻഡിങ് അപ്പിൽ നമുക്ക് ഈ പറയുന്ന പ്രകാരം എൻക്വയറി ചെയ്തു, ഇൻസ്പെക്ഷൻ ചെയ്തു, വൈൻഡ് അപ്പിങ്ങിന് വേണ്ടി ആപ്ലിക്കേഷൻ കിട്ടി അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ എണ്ണം 10നേക്കാൾ കുറയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം, ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള വ്യക്തിയെ ലിക്വിഡേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലിക്വിഡേറ്ററിനെ രജിസ്ട്രാർക്ക് സെക്ഷൻ 39 and 40 സെക്ഷൻ പ്രകാരം ഈ കമ്പനീസ് സൊസൈറ്റീസ് ആക്ടിലെ 39 and 40 സെക്ഷൻ പ്രകാരം ദ രജിസ്ട്രാർ മേ അപ്പോയിൻറ്റ് എ കോമ്പിറ്റൻ്റ് പേഴ്സൺ ആസ് എ ലിക്വിഡേറ്റർ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി. അപ്പോൾ
ലാസ്റ്റ് പോയിൻ്റാണ് പറയുന്നത് വൈൻഡിങ് അപ്പ്. ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻസുകളിൽ പറയാനുള്ളത്. ഇനി കുറച്ച് പോയിൻ്റ് കൂടെ ഉണ്ട്. അതിൻ്റെ റൂൾസ് എന്താണ്, ചില മിസലേനിയസ് ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ എന്താണെന്നുള്ളത് കൂടെ പറയാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ഇന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സുകൾ പ്രിവിലേജസ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി, ദെൻ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മെമ്പർ, ഡ്യൂട്ടീസ് ഓഫ് സൊസൈറ്റി, ഇൻസ്പെക്ഷൻ ഓഫ് സൊസൈറ്റി, ദെൻ ഡിസൊല്യൂഷൻ ഓഫ് ദി സൊസൈറ്റി. ഇത്രയും പോയിൻറ്റ്സുകളാണ് പറഞ്ഞത്. ഒന്ന് നന്നായി വായിച്ച് നോക്കുക, ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.